ഇവനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, രാജൻ. അത് പറഞ്ഞോട്. അതേതാ അത്? ഓപ്പോൾ. ഓപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലങ്കേ നായർ നാഷണൽ അവാർഡ് വാങ്ങിച്ച ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സേതുമാധവൻ മേനകൻ ഞാൻ ആദ്യമായിട്ട്. അതെയാ? ഇപ്പൊ പോയിട്ടോ സാറിന് ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഈ കഥ അറിയില്ല പറഞ്ഞിട്ടില്ല. ഇത് എന്ന് വെച്ചാല് ഞാൻ വെറുതെ വീട്ടിലേക്ക് ഒരു യതീന്ദ്രദാസ് പറഞ്ഞ ആൾ വീട്ടിൽ വന്നു. പുള്ളി അസോസിയേറ്റ് ഡയറക്ടർ മറ്റേ നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. നമുക്ക് വെറുതെ ഒരു സൺഡേ അല്ലേ, ഇന്ന് കടയൊന്നുമില്ല, പോകാമെന്ന് പറഞ്ഞു. പുള്ളി വണ്ടിയെ കയറ്റി നേരെ ഇവിടെ ചെന്ന് ആലുവയിൽ സ്ഥലത്ത് ചെന്നു. ആലുവ സ്ഥലത്തിപ്പോൾ നമ്മളെ ഏഞ്ചൽ ജോർജിൻ്റെ വീട് എസ്റ്റേറ്റാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഒരു ചെറിയ സ്റ്റൂളിലിരിക്കുന്നു. സേതുമാധവൻ സാറല്ലേ? അതെ. എടോ എന്താ ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു. ഇത് നോക്കാനൊന്നുമില്ല, ഏച്ചാനമല്ല, ഒരു ആ കോസ്റ്റ്യൂം എടുത്ത് കൊടുത്തേക്ക്, ആ ഡയലോഗും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാലം ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. ആഴ്ചയിൽ 4 പ്രാവശ്യം വിളിക്കുന്ന ആളെ ഞങ്ങൾ 10 മിനിറ്റ് ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് അച്ഛനെ അഭിനയിക്കാൻ തന്നേക്കുന്നത്. അഭിനയിക്കാൻ ആലപ്പി വിൻസെന്റിന്റെ വീടാ. ആലപ്പി വിൻസെന്റ് അവിടെ ഉണ്ട്. പുള്ളി പറഞ്ഞ് ഇങ്ങനെ 2 റീടേക്ക് വന്ന് പറഞ്ഞു, ഇന്നലെ ബേബിച്ച ഇന്നലെ മകൻ വന്നിട്ട് ഒറ്റ ടേക്കിന് ആ ഷോട്ട് എടുത്ത് പുള്ളി സ്ഥലം പെട്ടു. നേരത്തെ തീവണ്ടി ചോദിച്ച പോലെ